അപ്പൊ ഇന്ന് നമ്മുടെ ഗോകർണ യാത്രയിലെ 2ാം ദിവസം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വണക്കം. അപ്പൊ ഗോകർണയിൽ എത്തിയിട്ട് നമ്മൾ ആദ്യം കാണുന്നത് അവിടുത്തെ ബീച്ച് ട്രക്കിംഗ് ആണ്. ബീച്ച് ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു കാണുന്നതാണ് ബസ്. KSRTC ബസ്സാണ്. KSRTC പറയുമ്പോൾ നമ്മുടെ കേരളയുടെ അല്ല കർണാടക KSRTC ബസ് കേട്ടോ. അപ്പൊ അങ്ങനെ ഗോകർണ ടൗൺ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 90 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗോകർണ മെയിൻ ബീച്ചിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പൊ അതിന് മുമ്പേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയതാട്ടോ 2 പൊറോട്ടക്കൂടെ 70 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പൊ ഈ ഒരു കാണുന്നതാണ് ഗോകർണയിലെ മെയിൻ ബീച്ച്. അപ്പൊ ഈ ഒരു മെയിൻ ബീച്ചിലേക്കല്ല നമ്മൾ വന്നിട്ടില്ല. നമുക്ക് പോകേണ്ടത് പറയുന്നത് വേറെ 4 ട്രക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു 4 അടിപൊളിയായിട്ടുള്ള ബീച്ചസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഗോകർണ മെയിൻ ബീച്ചിൽ നിന്ന് 2 കിലോമീറ്റർ നമ്മൾ ട്രക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിത്തെ 1ാമത്തെ കുഡ്ലെ ബീച്ചിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പൊ ഈ ഒരു കാണുന്നതാണ് കുഡ്ലെ ബീച്ച്. അപ്പൊ ഈ ഒരു കുഡ്ലെ ബീച്ചിൽ നമ്മുടെ നെക്സ്റ്റ് 2ാമത്തെ ലിസ്റ്റിൽ വരുന്ന ബീച്ച് പറയുന്നത് ഓം ബീച്ചാണ്. അപ്പൊ ഓം ബീച്ചിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമ്മുടെ കുഡ്ലെ ബീച്ചിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററോളം നമ്മൾ അടുത്ത് ട്രക്ക് ചെയ്ത് പോകണം. അപ്പൊ കുഡ്ലെ ബീച്ചിൽ ഈ ഒരു കാണുന്ന ഈ ഒരു കോട്ടേജസിൽ ഞങ്ങൾ റൂം എടുത്തിട്ട് ഞങ്ങളുടെ ലഗേജസ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വെച്ചു. 1.5 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാണുന്ന ഈ ഒരു ഓം ബീച്ചിലേക്ക് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും. അപ്പൊ ഈ ഒരു ഓം ബീച്ചിൽ നമ്മൾ അടുത്ത 3ാമത്തെ ലിസ്റ്റിൽ വരുന്ന ബീച്ച് പറയുന്നത് ഹാഫ് മൂൺ ബീച്ചാണ്. അപ്പൊ ഈ ഹാഫ് മൂൺ ബീച്ച് നമ്മുടെ ഈ ഒരു ഓം ബീച്ചിൽ നിന്ന് ഏകദേശം 2.9 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും ട്രക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ബീച്ചിലേക്ക് എത്തണം. അപ്പൊ ആ ഒരു ബീച്ചാണ് ഈ ഒരു കാണുന്നത്. അപ്പൊ ഇനി ഇവിടെ നിന്ന് 750 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പാരഡൈസ് ബീച്ചിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ബീച്ച് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റേ കാര്യങ്ങളുണ്ട്. അപ്പൊ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്പോട്ടാകാരം ഈ ഒരു ഗോകർണ എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഗോകർണയുടെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മുടെ വ്ലോഗായിട്ട് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഗോകർണയിൽ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണ്. അപ്പൊ ലിങ്ക് നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ബയോ ഉണ്ടാവും. അപ്പൊ കൂടുതൽ ഇതുപോലത്തെ യാത്രാ വീഡിയോസിനെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കണേ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.